ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെന്ന് വിശേഷിപ്പിക്കുന്ന പലർക്കും അവരുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തലവേദന മാറ്റുവാൻ, പനി മാറ്റുവാൻ, രോഗം മാറ്റുവാൻ, വീട് തരുവാൻ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം തരുവാൻ പ്രാപ്തിയുള്ള യേശുവിൽ ഉള്ള വിശ്വാസം പലർക്കുമുണ്ട്. എന്നാൽ പാപത്തിൽ നിന്ന് വിടുവിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്ന് ജഡത്തെ ക്രൂശിച്ച് ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ജയിച്ച് അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ, നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലീകരിക്കുവാൻ കഴിവുള്ള, ചുരുക്കി പറഞ്ഞാൽ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും വിശുദ്ധരാക്കുവാൻ കഴിയുള്ള ദൈവത്തിലുള്ള വിശ്വാസം. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പും നിശ്ചയവും. അങ്ങനെയുള്ളൊരു വിശ്വാസത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസമായിരുന്നു നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. മോശയാണെങ്കിൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രത്യാശിച്ചു എന്നും നാം കാണുന്നുണ്ട്. അവരുടെയൊക്കെ വിശ്വാസം ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ അവർ പരദേശികളും പ്രവാസികളുമാണ്, ഇവിടുത്തെ അവരുടെ പാർപ്പിടം കൂടാരമാണ്. അവർ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവരാണ്. ആ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് ഇവിടെ അതിവിശുദ്ധ വിശ്വാസമെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പോരാട്ടം എന്ന പദം യുദ്ധത്തെ കാണിക്കുന്നതാണ്, ഏറ്റുമുട്ടലിനെ കാണിക്കുന്നതാണ്. അത് പൊരുതുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ വിശ്വാസത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ആ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, ആ വിശ്വാസമുള്ളവരെ തകർക്കുവാൻ വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഒന്നാമത്തെ ശത്രു സാത്താൻ തന്നെയാണ്. സാത്താനെക്കുറിച്ച് യോഹന്നാൻ 8:44 പറഞ്ഞിരിക്കുന്നത്, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു എന്നാണ്. സാത്താൻ്റെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് സത്യത്തെ വളച്ചൊടിക്കുക. ഏദൻ തോട്ടത്തിൽ സാത്താൻ ഹവ്വയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ആദമിനും ഹവ്വയ്ക്കും വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു. അവർക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസത്തിനെതിരെയുള്ള ആദ്യത്തെ ആക്രമണം സാത്താൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുക. ഇന്നും ദൈവവചനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ദൈവത്തെ വിശ്വസിക്കരുത്, ദൈവം ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആത്മീയം മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമോ? അത് വിശ്വാസത്തിൻ്റെ വലിയൊരു പോരാട്ടമാണ്. പലപ്പോഴും ദൈവവചനത്തെ സംശയിപ്പിക്കുന്ന ചിന്തകൾ കൊണ്ടുവരുന്ന സാത്താൻ്റെ പോരാട്ടം. അതുകൊണ്ടാണ് അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. രണ്ടാമതായി വിശ്വാസത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് തെറ്റായ ഉപദേശങ്ങളും ഉപദേശകരുമാണ്. സഭയ്ക്ക് പുറത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു യുദ്ധമാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങളിൽ എഫേസോസിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തിയ ശേഷം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. നിങ്ങളിൽ തന്നെ നിന്നും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ
വലിച്ചുകൊണ്ടു പോകുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കും. അതുകൊണ്ട് അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്ന് പറയുമ്പോൾ ദുരുപദേശങ്ങളോടും ദുരുപദേഷ്ടാക്കന്മാരോടും പോരാടണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിനെ തെറ്റായി അവതരിപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രസംഗിച്ച ക്രിസ്തുവിനെ അല്ല, വേറൊരു ക്രിസ്തു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവെന്നൊക്കെ പറയുന്നു. ക്രിസ്തുവിനെ തെറ്റായി അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിസാരവൽക്കരിക്കുന്നു. കൃപയെ നിസാരവൽക്കരിക്കുന്നു. രക്ഷയെ തെറ്റായി പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം വിളിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരിലും രക്ഷയുണ്ട്, അവർ രക്ഷിക്കും, ഇവർ രക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ രക്ഷയെ തെറ്റായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ജീവിതമൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യകതയില്ല. ഇത് വാസ്തവത്തിൽ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. തിരുവെഴുത്തിന് ശക്തിയില്ല. മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണ് ദൈവത്തിൻ്റെ വചനത്തേക്കാൾ വില, അല്ലെങ്കിൽ മാനുഷിക പാരമ്പര്യങ്ങളാണ് ദൈവവചനത്തെ കാളും കൂടുതൽ വിലമതിക്കുന്നത്. ഇതൊക്കെ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശത്രുക്കളാണ്. യൂദാ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപയെ അവർ ദുഷ്കാമ പ്രവൃത്തികൾക്കായി മാറ്റുന്നു, കൃപയെ നിഷേധിക്കുന്നു, കൃപയെ ദുരുപയോഗം ചെയ്യുന്നു. അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശത്രുക്കൾ വർദ്ധിക്കുകയാണ്. ഈ വിശ്വാസം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം എന്നുള്ള വചനം പോലെ പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. ഈ പോരാട്ടത്തിൽ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവകൃപ നമുക്ക് ദൈവം നൽകും. ആത്മാവിൻ്റെ ശക്തി നമുക്കുണ്ടാവും. പലപ്പോഴും പലരും ശത്രുവിനെ തിരിച്ചറിയാതെ പോകുന്നു, ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ ക്രൈസ്തവർ ഇതിനെ പോരാടി ജയിക്കുന്നവരാണ്. ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.